പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും ഇക്കണോമിക്സ് ലളിതം രസകരം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇലക്ഷനൊക്കെ അടുത്തല്ലോ. നാട്ടിലും പരിസരത്തൊക്കെ ഇലക്ഷൻ്റെ തിരക്കും ഉത്സാഹവും ഒക്കെ ആയി കാണും അല്ലേ? ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10, 11, 12 ക്ലാസ്സുകൾക്ക് സ്കൂളിൽ വരാം എന്നൊക്കെയാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഇനി ഉടനെ തന്നെ നമുക്ക് നേരിൽ കാണാനും പരസ്പരം ഇടപഴകാനും ഒക്കെ അവസരം ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ തന്നെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് ഒന്ന് പുനർസൃഷ്ടിച്ചിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് എന്തെല്ലാം തരത്തിലുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള ഏതാനും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ന് നമുക്ക് അതിൻ്റെ തുടർഭാഗം പഠിക്കാം. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ ശോചനീയമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചിട്ട്, വളർച്ച തീരെ മുരടിച്ചു പോയിട്ടുള്ള ഒരു മേഖലയായിരുന്നു നമ്മുടെ കാർഷിക മേഖല അല്ലേ? ഉൽപാദനശേഷിയുടെ കാര്യത്തിലാണെങ്കിൽ വളരെ താഴ്ന്ന ഉൽപാദനം മാത്രമായിരുന്നു കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ ഏതാണ്ട് തകർച്ചയുടെ വക്കിലായിരുന്നു നമ്മുടെ കാർഷിക മേഖല. നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് നൽകാൻ മാത്രം കെൽപ്പുള്ള ഒരു ശേഷിയുള്ള ഒരു കാർഷിക മേഖല നമുക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഒരു ദാരുണമായിട്ടുള്ള കാർഷിക മേഖലയുടെ, ഈ ദയനീയമായിട്ടുള്ള കാർഷിക മേഖലയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് ഗവൺമെൻറ്റിൻ്റെ ശ്രമഫലമായിട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, സ്വതന്ത്ര ഭാരതത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ള വെല്ലുവിളി നേരിട്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു ലാൻഡ് റിഫോംസ് അഥവാ ഭൂപരിഷ്കരണം. ഭൂപരിഷ്കരണം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിച്ചപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഗവൺമെൻറ് നേരിടേണ്ടി വന്നിട്ടുണ്ട്, അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന വൻകിട കർഷകരും ഭൂപ്രഭുക്കന്മാരും ജന്മികളും ഒക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ ചെയ്തിയെ ചോദ്യം ചെയ്തു. അവർ കേസ് കൊടുത്തു, ഗവൺമെൻറ്റിനെ കോടതിയിൽ കയറ്റി. ഇങ്ങനെ അവരെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ അവർ ചെറുത്തു നിന്നു എങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടു കൂടിയുള്ള ഉറച്ച നിലപാടിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ് തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഉറച്ചു നിന്നതുകൊണ്ടാണ് ഇവിടെ ഏറെക്കുറെ ഭംഗിയായിട്ട് തന്നെ ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ് നടപ്പിലാക്കാനായിട്ട് പറ്റിയത്. അതോടുകൂടി കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക അന്തരം നമുക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്, ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രശംസനീയമായിട്ടുള്ള ഒരു വളരെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനമായിരുന്നു. അതേപോലെ തന്നെ ഗവൺമെൻറ് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട്, തികഞ്ഞ പ്ലാനിങ്ങോട് കൂടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള മറ്റൊരു പദ്ധതിയായിരുന്നു ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം. ഭൂപരിഷ്കരണവും ഹരിത വിപ്ലവവും ഇവിടെ താരതമ്യേന തരക്കേടില്ലാത്ത വിധത്തിൽ നടപ്പിലാക്കിയത് കൊണ്ടാണ് കാർഷിക മേഖലയെ നമുക്ക് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയത്. കാർഷിക മേഖലയുടെ തകർച്ചയിൽ നിന്നും നമുക്ക് ഒരു ഉന്നതിയിലേക്ക്, പുരോഗതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയത് ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾ മൂലമാണ്. ഇന്ന് കാർഷിക മേഖലയുടെ കാര്യത്തിൽ ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇന്ന് കാർഷികോൽപ്പന്നങ്ങളും ഭക്ഷ്യവിളകളും ഒക്കെ തന്നെ നമുക്കാവശ്യമുള്ള അത്രയും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഇല്ലേ? ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ഇപ്പോൾ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു. ഇത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു നേട്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ആണല്ലോ അല്ലേ? അപ്പം രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ തന്നെ ഗവൺമെൻറ് ഏറ്റവും പരിഗണന നൽകിയിരുന്നത് ജനങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിച്ച് എടുക്കുക എന്നതായിരുന്നു. അതിൽ ഗവൺമെൻറ് വിജയിച്ചിരിക്കുന്നു.
നമ്മുടെ ഗവൺമെൻറ്റിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട്, രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട്, രാജ്യത്തിൻ്റെ നേട്ടത്തിനായിട്ട് ഇവിടെ ഇനിയും ചെയ്യുവാനായിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇനിയുള്ള ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇനി അടുത്ത പ്രാധാന്യം എന്തിന് നൽകണം? അങ്ങനെ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്, രാജ്യത്തിൻ്റെ വളർച്ച നമുക്ക് എങ്ങനെയെങ്കിലും കൈവരിച്ചേ പറ്റുള്ളൂ. രാജ്യത്തിൻ്റെ വളർച്ചയുടെ വേഗം ഇനി എത്രയോ പെട്ടെന്ന് തന്നെ നമുക്ക് കൈവരിക്കാനായിട്ട് പറ്റണം, അല്ലേ? ഒരു രാജ്യത്തിൻ്റെ വളർച്ച, വികാസം നമുക്കറിയാം തീർച്ചയായും ആ രാജ്യത്തിലെ വ്യവസായവൽക്കരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വ്യവസായവൽക്കരണം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഇതായിരുന്നു ഗവൺമെൻറ് മനസ്സിലാക്കിയിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയോട് കൂടിയിട്ട് ഇവിടെ അടിസ്ഥാന വ്യവസായങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യ കണ്ടിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്ന പഞ്ചവത്സര പദ്ധതിയായിരുന്നു രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി. ഈ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ മാർഗനിർദ്ദേശകൻ നമുക്കറിയാം ആരായിരുന്നു? ശ്രീ PC മഹാലനോബിസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഇന്ത്യക്ക് ത്വരിതഗതിയിലുള്ള വളർച്ച കൈവരിക്കണമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ അടിസ്ഥാന വ്യവസായങ്ങൾ, ഹെവി ഇൻഡസ്ട്രീസ് ആരംഭിച്ചേ പറ്റുള്ളൂ. അതിനുള്ള തീവ്രമായ പരിശ്രമമായിരുന്നു രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ നമ്മൾ കൈവരിച്ചിരുന്നത്. ഈ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇവിടെ അടിസ്ഥാന വ്യവസായങ്ങൾ ആരംഭിക്കുന്നത്. ഹെവി ഇൻഡസ്ട്രീസ് ഇവിടെ നാമ്പിടുന്നത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടങ്ങളിലാണ്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചതായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നാഴികക്കല്ലായി അവശേഷിക്കുകയാണ്. ഇന്ത്യയുടെ വളർച്ചയുടെ ആരംഭം കുറിക്കുന്നത്, ഇന്ത്യയുടെ വളർച്ചയുടെ അടിത്തറയായി മാറിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഹെവി ഇൻഡസ്ട്രീസിൻ്റെ, ബേസിക് ഇൻഡസ്ട്രീസിൻ്റെ ആരംഭമായിരുന്നു. ഫോർ ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് എൻ എക്കോണമി, ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് ഹൈലി എസെൻഷ്യൽ. അല്ലേ? ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ വേഗത എത്രയും പെട്ടെന്ന് തന്നെ ആക്കി തീർക്കണമെങ്കിൽ അവിടെ വ്യവസായവൽക്കരണം നിർബന്ധമാണ്. ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് ഹൈലി നെസസറി ഫോർ ദി ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് എൻ എക്കോണമി ആണല്ലോ. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് were confined largely to production of cloth and production of jute. അല്ലേ? സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഏക വ്യാവസായിക ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂട്ടും ക്ലോത്തും മാത്രമായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ക്ലോത്തും ജൂട്ടും തുണിത്തരങ്ങളും ചണവും മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ പോരാ. രാജ്യം വിവിധമായിട്ടുള്ള, വൈവിധ്യമാർന്നിട്ടുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ വിവിധ തരത്തിലുള്ള യന്ത്രങ്ങളും യന്ത്രഭാഗങ്ങളും ടൂൾസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉപയോഗിച്ചാലും ഉൽപ്പാദിപ്പിച്ചാലും മാത്രമേ നമുക്ക് വൈവിധ്യമാർന്നിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. മറ്റ് തരത്തിലുള്ള ഉൽപ്പാദക യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രസാമഗ്രികൾ, എക്യുപ്മെൻറ്റ്സ്, ടൂൾസ് ഇവയൊക്കെ തന്നെ നമുക്ക് നിർമ്മിച്ച് നൽകാനായിട്ട് പറ്റണം. എങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് നമുക്ക് വൈവിധ്യമാർന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് നിർമ്മിക്കാനും അതിലൂടെ നമുക്ക് കൂടുതലായിട്ട് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനും അങ്ങനെ നമുക്ക് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുവാനും അങ്ങനെ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുവാനും രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നമുക്ക് രാജ്യത്തെ നയിക്കുവാനും പറ്റുകയുള്ളൂ, ഇല്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വ്യവസായവൽക്കരണം കൂടിയേ തീരുള്ളൂ. ഇതിനായിരുന്നു നമ്മുടെ ഗവൺമെൻറ് അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള ക്യാപിറ്റൽ, മൂലധനം ഉണ്ടായിരുന്നില്ല. At the time of independence, our industrialists did not have a sufficient amount of capital to invest. In order to start a heavy industries, high capital investment are required. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ ആവശ്യത്തിനുള്ള മൂലധന സ്വരൂപണം ഇല്ലായിരുന്നു. മാത്രമല്ല, ആ കാലഘട്ടങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിൽ അഥവാ മൂലധനം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അത് ഉൽപ്പാദനത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുവാൻ വേണ്ടിയിട്ടും അങ്ങനെ ഉൽപ്പാദനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇവിടെ നടന്നിരുന്നില്ല. ഇനി അഥവാ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നുവെങ്കിൽ തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളവും ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ വ്യവസായവൽക്കരണം ആരംഭിക്കണമെങ്കിൽ, ഇവിടെ വ്യവസായവൽക്കരണം
തുടങ്ങണമെങ്കിൽ ഗവൺമെൻറ് മുന്നിട്ടിറങ്ങണം. അതുകൊണ്ട് ഗവൺമെൻറ് ഹാസ് എ വൈറ്റൽ ഓർ ഇമ്പോർട്ടൻ്റ് റോൾ ടു പ്ലേ ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. ഒരു രാജ്യത്തിൻ്റെ വ്യാവസായികവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിച്ച് കാണിക്കാനുള്ളത് ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം ഗവൺമെൻറ്റാണ് ഇവിടെ വ്യവസായവൽക്കരണത്തിൻ്റെ ശ്രമങ്ങളെല്ലാം തന്നെ ഇവിടെ ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് ഗവൺമെൻറ് മുന്നിട്ടിറങ്ങുകയാണ്. ഒരു രാജ്യത്തെ വ്യാവസായികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അവിടെ അടിസ്ഥാന വ്യവസായങ്ങൾ വേണം, ഹെവി ഇൻഡസ്ട്രീസ് വേണം, ഇവയ്ക്കൊക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇതൊക്കെ സാധാരണഗതിയിൽ ഒരു സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ അത്രമാത്രം ക്യാപിറ്റൽ വളരെ ദുർലഭമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ കാലഘട്ടത്തിൽ നമുക്ക് ആകെ ശേഷി ഉണ്ടായിരുന്ന, പ്രാപ്തി ഉണ്ടായിരുന്ന ആളുകൾ കേവലം ടാറ്റയും ബിർളയും ഒക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് പൊതുമേഖലയിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഹെവി ഇൻഡസ്ട്രീസ് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മുൻകൈ എടുക്കേണ്ടത് ആര് തന്നെയാണ്? ഇവിടെ ഗവൺമെൻറ് തന്നെയാണ്, ഇല്ലേ? അതായത് ഞാനിവിടെ പറഞ്ഞത് ഗവൺമെൻറ് വളരെ ശ്രദ്ധാപൂർവം ഇവിടെ നേരിട്ട് ഇടപെട്ടിട്ട് വേണം രാജ്യത്ത് വ്യവസായവൽക്കരണം നടപ്പിലാക്കാനായിട്ട്. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ ഗവൺമെൻറ് ഇന്ത്യയെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹമാക്കി മാറ്റിയെടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ഉള്ള സമൂഹമാക്കി നമ്മുടെ ഇന്ത്യയെ നമുക്ക് മാറ്റിയെടുക്കണം. അതായിരുന്നു സ്വതന്ത്ര ഭാരതത്തിലെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ വ്യവസായവൽക്കരണവും ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്തിന് എത്രയും പെട്ടെന്ന് തന്നെ വളർച്ച കൈവരിക്കണം. അതുകൊണ്ട് ഇവിടെ വ്യവസായവൽക്കരണം ആരംഭിക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. ഇന്ത്യയിൽ എങ്ങനെയാണ്, ഏതു വിധത്തിലാണ് വ്യവസായവൽക്കരണം നടപ്പിലാക്കേണ്ടത്, ഇതിനായിരുന്നു ഗവൺമെൻറ് അടുത്തതായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് ഗവൺമെൻറ് ഇന്ത്യയുടെ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നിയമം ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 രാജ്യത്ത് നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചു. നമ്മുടെ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയമായിരുന്നു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. 1956 നമ്മുടെ വ്യവസായ നയപ്രമേയം. ഇതറിയപ്പെടുന്നത് IPR 1956 എന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചോർമ്മിച്ച് വയ്ക്കുക, IPR ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. ഈ വർഷം നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കണം. കൂടാതെ പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് IPR 1956 കുറിച്ചിട്ട് വിശദമാക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അങ്ങനെ ഇന്ത്യയിൽ IPR 1956 നടപ്പിലാക്കാനായിട്ട് പോവുകയാണ്. ഇനി എന്താണ് IPR 1956? IPR 1956 നമ്മുടെ രാജ്യത്തെ വ്യവസായങ്ങളെ പ്രധാനമായിട്ടും 3 തിരിച്ചിരിക്കുകയാണ്. ഷെഡ്യൂൾ A, ഷെഡ്യൂൾ B ആൻഡ് ഷെഡ്യൂൾ C. ഓർക്കുക, എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3 തിരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഷെഡ്യൂൾ A കൈകാര്യം ചെയ്യുന്നത്? എന്താണ് ഷെഡ്യൂൾ Aയിൽ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള, ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള 17 വ്യവസായങ്ങൾ, 17 വ്യവസായ യൂണിറ്റുകൾ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം ആരംഭിക്കാനായിട്ട് മാറ്റിവെച്ചു. 17 ഇൻഡസ്ട്രീസ് were comprised only for central government. ഈ പറഞ്ഞിട്ടുള്ള 17 വ്യവസായങ്ങളും ഇവിടെ ഗവൺമെൻറ്റിന് മാത്രമേ ഉടമസ്ഥത ഉള്ളൂ. ഇവിടെ ഇത്തരത്തിലുള്ള വ്യാവസായിക ഉൽപ്പന്നം ആരംഭിക്കുവാനും ഉൽപ്പാദനം നടത്താനും ഇനി മേലാൽ ഗവൺമെൻറ്റിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള, കൂടുതൽ സാധ്യതയുള്ള, കൂടുതൽ ആദായകരമായിട്ടുള്ള, രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന എല്ലാ വ്യവസായങ്ങളും തീർച്ചയായും ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ വേണം. ഇത് അഥവാ സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിച്ചേക്കാം. മാത്രമല്ല, ഒരുപാട് ആദായം, ഒരുപാട് പ്രോഫിറ്റ് ഇത്തരത്തിലുള്ള സ്വകാര്യ വ്യക്തികളും ഗ്രൂപ്പുകളും നേടിയെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ലക്ഷ്യം പതറിപ്പോകും, പാളിപ്പോകും, അല്ലേ? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഒരു സോഷ്യലിസ്റ്റ് സമൂഹം ഇവിടെ കെട്ടിപ്പടുക്കുക എന്നതാണ്, അല്ലേ? അതുകൊണ്ട് സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 17 ഇൻഡസ്ട്രീസിനെ നമ്മൾ ഷെഡ്യൂൾ Aയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ആയിരുന്നു ഡിഫൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്.
നമ്മളുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വ്യാവസായിക ഉൽപ്പന്നങ്ങളും ആയുധ സാമഗ്രികളും ഒക്കെ തന്നെ ഗവൺമെൻറ് ഉടമസ്ഥതയിലാണ് ഇനി ഉൽപ്പാദിപ്പിക്കാനായിട്ട് പോകുന്നത്. രണ്ടാമതായിട്ട് ആറ്റോമിക് എനർജി. ഇവിടെ അണുശക്തി, അണുനിലയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗവൺമെൻറ് ഉടമസ്ഥതയിലാണ്. മൂന്നാമതായിട്ട് സ്റ്റീൽ ആൻഡ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, അങ്ങനെ ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേസ്, ഇന്ത്യൻ എയർക്രാഫ്റ്റ്, ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ, അത് റെയിൽ ഗതാഗതമായിട്ടുണ്ടെങ്കിലും വ്യോമ ഗതാഗതമായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ ഇനി ഈ 17 ഇൻഡസ്ട്രീസിലെ ഉൾപ്പെട്ടവയാണ്. അതിലേതാനും ചിലവയാണ്. ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന 17 വ്യവസായങ്ങളാണ് ഷെഡ്യൂൾ എയിൽ ഉൾപ്പെട്ടിരുന്നത്. ഇത് നിങ്ങൾ ഓർക്കുമല്ലോ. ഇനി IPR 1956 രണ്ടാമത്തെ ഷെഡ്യൂൾ ബി. ഈ ഷെഡ്യൂൾ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വകാര്യ മേഖലയും അതേപോലെ തന്നെ ഗവൺമെൻറ്റും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൽ ഷെഡ്യൂൾ ബിയിൽ. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഷെഡ്യൂൾ ബിയിലും ഇവിടെ ഗവൺമെൻറ്റിന് തന്നെയാണ്. ഇവിടെ 12 വ്യവസായങ്ങൾ, 12 ഇൻഡസ്ട്രീസ് ഏതിൽ വരികയാണ്? ഷെഡ്യൂൾ ബിയിൽ വരികയാണ്. ഈ 12 ഇൻഡസ്ട്രീസിൽ ഇവിടെ നമുക്ക് സ്വകാര്യ മേഖലയെയും കാണാനായിട്ട് പറ്റും, അതേപോലെ തന്നെ ഗവൺമെൻറ് മേഖലയെയും കാണാനായിട്ട് പറ്റും. ഇവിടെ നേരത്തെ ഈ മേഖലകളിൽ മുമ്പ് കാലത്ത് തന്നെ IPR 1956 നടപ്പിലാക്കുന്നതിന് മുമ്പേ തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്വകാര്യ വ്യക്തികൾക്ക് ഇവിടെ തുടരാനായിട്ട് പറ്റും. അവർക്ക് അവരുടെ ഉൽപ്പാദനം തുടർന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റും. എന്നാൽ IPR 1956 നടപ്പിലാക്കിയതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള 12 വ്യവസായങ്ങളിൽ ഇനി പുതിയതായിട്ട് സ്വകാര്യ വ്യക്തികൾക്ക് കടന്നു വരാനും ഉൽപ്പാദനം ആരംഭിക്കാനും ഇനി പറ്റുകയില്ല. ഓക്കെ, മാത്രമല്ല നിലവിലുള്ള സ്വകാര്യ വ്യക്തികൾക്ക്, അവരുടെ കമ്പനികൾക്ക് ഇനി കൂടുതലായിട്ട് ഉൽപ്പാദനത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ഇനി നിർവാഹമില്ല. അവരെത്രയായിരുന്നോ നേരത്തെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരുന്നത് ആ അളവിൽ അവർക്ക് ഉൽപ്പാദനം തുടർന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റും. പുതുതായിട്ട് ഇപ്പറഞ്ഞിട്ടുള്ള 12 വ്യവസായങ്ങളിൽ ഉൽപ്പാദനം ആരംഭിക്കണമെങ്കിൽ, പുതിയ കമ്പനികൾ, പുതിയ വ്യവസായശാലകൾ ഇവിടെ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ അത് ഗവൺമെൻറ്റിന് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. ഇതായിരുന്നു വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മൾ IPR 1956 2 ഷെഡ്യൂളുകളെ കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ ഷെഡ്യൂളിൽ 17 വ്യവസായങ്ങളാണ്. രണ്ടാമത്തെ ബി ഷെഡ്യൂളിൽ 12 വ്യവസായങ്ങളാണ്. ഇനി IPR 1956 ഷെഡ്യൂൾ ബിയിൽ ഏതെല്ലാം തരത്തിലുള്ള വ്യവസായങ്ങളായിരുന്നു? അതിലൊന്നാമത്തേത് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള ഡ്രഗ്സ് ആൻഡ് ആൻറ്റിബയോട്ടിക് എന്നിവയുടെ നിർമ്മാണം. ഒന്ന് ഡ്രഗ്സ്, ആൻറ്റിബയോട്ടിക്. ഇവിടെ ഇത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇവിടെ ഗവൺമെൻറ്റുകൾക്കും അതേപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്കും കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യ വ്യക്തികൾ നേരത്തെ തന്നെ ഇത്തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചിരുന്നുവെങ്കിൽ മാത്രം. അതേപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ്, രാസവള നിർമ്മാണം, ഇതും ഈ പറഞ്ഞ 12 വ്യവസായങ്ങളിൽ പെടുന്നവയാണ്. സീ ട്രാൻസ്പോർട്ട്, റോഡ് ട്രാൻസ്പോർട്ട്, ഇവയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള 12 വ്യവസായങ്ങളിലെ ഏതാനും വ്യവസായങ്ങളാണ്. അങ്ങനെ IPR 1956 ഷെഡ്യൂൾ എ പ്രകാരം 17 വ്യവസായങ്ങളും അത് ഗവൺമെൻറ്റിന് മാത്രമുള്ളവയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഷെഡ്യൂൾ ബി പ്രകാരം 12 വ്യവസായങ്ങൾ, ഇവിടെ ഗവൺമെൻറ്റുമുണ്ട്, അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തികളും ഉണ്ട്. അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിട്ടുള്ള 17ഉം 12ഉം വ്യവസായങ്ങൾ കഴിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾ എയും ബിയും കഴിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത് വരുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ സി. ഈ ഷെഡ്യൂൾ സിയിൽ എല്ലാ ഉൽപ്പാദനത്തിനും സ്വകാര്യ മേഖലയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള 2 ഷെഡ്യൂളുകൾ എയും ബിയും കഴിച്ചിട്ടുള്ള മൂന്നാമത്തെ ഷെഡ്യൂളായ ഷെഡ്യൂൾ സിയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള പരിപൂർണ അവകാശം സ്വകാര്യ വ്യക്തികൾക്കാണ്. അവർക്ക് യഥേഷ്ടം ഉൽപ്പാദനം ആരംഭിക്കാം, പ്രവർത്തിക്കാം. പക്ഷേ അവർക്ക് ഉൽപ്പാദനം ആരംഭിക്കണമെങ്കിൽ, സ്വകാര്യ വ്യക്തികൾക്ക് ഉൽപ്പാദനം ആരംഭിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നും അവർക്ക് ലൈസൻസ് ലഭ്യമാകണം. ഗവൺമെൻറ്റിൽ നിന്നും ലൈസൻസ് കരസ്ഥമാക്കിയെങ്കിൽ മാത്രമേ സ്വകാര്യ വ്യക്തികൾക്ക് ഇവിടെ ഉൽപ്പാദനം ആരംഭിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം ഗവൺമെൻറ് ഇവിടെ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക എന്നതാണല്ലോ.
അപ്പം ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ ഒരുപാട് സാമ്പത്തിക അന്തരമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ബേസിക് ഇൻഡസ്ട്രീസ്, നമ്മളുടെ അടിസ്ഥാന വ്യവസായങ്ങളൊക്കെ തന്നെ നഗരങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു വ്യവസായം അല്ലെങ്കിൽ വ്യവസായശാല ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരുപാട് നേട്ടങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരിക്കും, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ തന്നെ. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വൻകിട വ്യവസായങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളൊന്നും ഇവിടെയുള്ള ഗ്രാമവാസികൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഷെഡ്യൂൾ സി പ്രകാരം ഇവിടെ വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിയിരുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ഇവ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ ഇവിടെ വ്യവസായം ആരംഭിക്കാനായിട്ട് പോവുകയാണ്, അത് ഗ്രാമപ്രദേശങ്ങളിലാണ് എങ്കിൽ ഗവൺമെൻറ് ഇത്തരം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ, വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് ലൈസൻസ് നൽകുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യത്ത് നിലനിന്നിരുന്ന അസമത്വം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. രാജ്യത്തുണ്ടായിരുന്ന നഗരവും ഗ്രാമവും തമ്മിലുള്ള അന്തരം നമുക്ക് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള ഒരു ശ്രമമായിരുന്നു ഇവിടെ ഇന്ത്യയിൽ IPR 1956 പ്രകാരം നമ്മൾ പ്രാവർത്തികമാക്കിയിരുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന മുഖ്യ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രൂക്ഷമായ തൊഴിലില്ലായ്മയായിരുന്നു. ഒരുപാട് ജനങ്ങൾക്ക് ഇവിടെ ഉൽപാദനപരമായിട്ടുള്ള തൊഴിൽ നൽകാനായിട്ട് നമുക്ക് ശേഷിയില്ലായിരുന്നു, കഴിവില്ലായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ജനങ്ങളും തൊഴിലിന് വേണ്ടിയിട്ട്, ഉപജീവനത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് കാർഷിക മേഖലയെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ലഭിക്കാനായിട്ട് മറ്റു മാർഗങ്ങളില്ല, പോംവഴികളില്ല. മറ്റു മാർഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള നിർമ്മാണ മേഖലകളിൽ, സെക്കൻഡറി സെക്ടറിൽ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, അതേപോലെ തന്നെ ടെർഷ്യറി സെക്ടറിൽ നിർമ്മാണ മേഖല കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സേവന മേഖലയാണുള്ളത്. അവിടെയും ഒന്നും തന്നെ ആവശ്യമുള്ള വളർച്ച നമുക്ക് കൈവരിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് അവിടെ ഒന്നും തന്നെ ആവശ്യമുള്ള അത്രയും തൊഴിലവസരങ്ങൾ നൽകുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് എല്ലാ ജനങ്ങളും കൂടി എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? കാർഷിക മേഖലയിലാണ് പോയിരിക്കുന്നത്. അവിടെ ജനങ്ങളെ കൊണ്ടുള്ള അതിപ്രസരമായിരുന്നു. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അധികമായിട്ടുള്ള സർപ്ലസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള തൊഴിലാളികളെ അവിടെ നിന്നും നീക്കം ചെയ്യണം. എങ്കിൽ മാത്രമേ കാർഷിക മേഖലയിൽ ഉദ്ദേശിച്ച രീതിയിൽ വളർച്ച കൈവരിക്കാനും കൂടുതലായിട്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ, ഇല്ലേ? ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഇന്ത്യയിൽ വ്യവസായവൽക്കരണം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വ്യവസായവൽക്കരണം കൊണ്ട് പറ്റിയില്ല. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഹെവി ഇൻഡസ്ട്രീസ് മുഴുവൻ, ഇവിടെ ഉണ്ടായിരുന്ന ബേസിക് ഇൻഡസ്ട്രീസ് മുഴുവൻ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനാണ് പ്രയോഗത്തിൽ വരുത്തിയിരിക്കുന്നത്. എന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതെ, നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ക്യാപിറ്റലാണ്, മൂലധനമാണ്, അല്ലെങ്കിൽ യന്ത്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്. മറിച്ച് ആരല്ല? തൊഴിലാളികളല്ല. തൊഴിലാളികൾക്ക് പകരം ഇവിടെ യന്ത്രങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിചാരിച്ചതുപോലെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു നൽകാനായിട്ട് ഈ വ്യവസായവൽക്കരണം കൊണ്ട്, ഈ ഹെവി ഇൻഡസ്ട്രീസിൻ്റെ ആരംഭം കൊണ്ട് നമുക്ക് പറ്റിയില്ല. അങ്ങനെ ഗവൺമെൻറ് ഇപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയാണ്. നമ്മളെ വർദ്ധിച്ചു വരുന്ന ജനങ്ങളുടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട്, ഒരു ശമനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എന്താണ് പോംവഴിയുള്ളത്? അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ നിരീക്ഷണത്തിൽ നിന്നും ഗവൺമെൻറ്റിന് മനസ്സിലായി, ഹെവി ഇൻഡസ്ട്രീസിനെ കൊണ്ട് മാത്രം നമ്മളുടെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ തൊഴിലില്ലായ്മ പ്രശ്നത്തിന് അറുതി വരണമെങ്കിൽ ഇവിടെ ചെറുകിട കുടിൽ വ്യവസായങ്ങൾ ആരംഭിച്ചേ മതിയാവുള്ളൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകാൻ ശേഷിയുള്ള മറ്റൊരു മേഖല എന്ന് ഗവൺമെൻറ് തിരിച്ചറിയുകയാണ്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന്, ആവശ്യത്തിന് ക്യാപിറ്റൽ കൈമുതൽ ഇല്ലാത്തൊരു രാജ്യത്തിന് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ട് പറ്റുന്ന ഒരു വ്യാവസായിക ഉൽപാദന നിർമ്മാണ മേഖലയാണ് ചെറുകിട കുടിൽ വ്യവസായങ്ങൾ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതുകൊണ്ട് ചെറുകിട കുടിൽ വ്യവസായങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ചെറുകിട കുടിൽ വ്യവസായങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അടുത്തറിയാൻ വേണ്ടിയിട്ട്, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയമിക്കുകയാണ്. അങ്ങനെ 1955 ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കഴിയാവുന്ന ഒരു മേഖലയായ ചെറുകിട കുടിൽ വ്യവസായങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ചെറുകിട കുടിൽ വ്യവസായ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് എന്തെല്ലാം തരത്തിലുള്ള ശ്രമങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
ദത്രേയ ഗോപാൽ കാർവേയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് 1955. ഈ കമ്മിറ്റിയുടെ ലീഡർ, നേതാവ് കാർവേ ആയതുകൊണ്ട് തന്നെ ഇതിനെ കാർവേ കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. മക്കളെ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏത് വർഷത്തിലാണ് കാർവേ കമ്മിറ്റി ആരംഭിച്ചിരിക്കുന്നത്? 1955. മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാർവേ കമ്മിറ്റി എന്തിനു വേണ്ടിയായിരുന്നു നടപ്പിലാക്കിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ചെറുകിട കുടിൽ വ്യവസായങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും എന്നതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് കാർവേ കമ്മിറ്റി എന്ന ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹെവി ഇൻഡസ്ട്രീസ് തുടങ്ങാനുള്ള മൂലധന ശേഷിയില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇവിടെ ചെറുകിട കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ചെറുകിട കുടിൽ വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് ക്യാപിറ്റൽ മതി. ചെറിയ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നമുക്ക് ആരംഭിക്കാം. 1950കളിൽ ഇവിടെ 5 ലക്ഷം രൂപ വരെ നിക്ഷേപം ഉള്ള വ്യവസായങ്ങൾ ചെറുകിട കുടിൽ വ്യവസായത്തിലെ പെട്ടതായിരുന്നു. 5 ലക്ഷം വരെ നമുക്ക് ശേഷിയുള്ള, മൂലധന ശേഷിയുള്ള വ്യവസായങ്ങളാണ് ചെറുകിട കുടിൽ വ്യവസായത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഇന്നിപ്പോൾ ചെറുകിട കുടിൽ വ്യവസായത്തിൻ്റെ മൂലധന ശേഷി എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കോടിയാണ്. ഓക്കെ, ചെറുകിട കുടിൽ വ്യവസായങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അതീവ പ്രാധാന്യം അർഹിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് നീഡ്സ് ലെസ് ക്യാപിറ്റൽ. ചെറുകിട കുടിൽ വ്യവസായങ്ങൾ ആരംഭിക്കണമെങ്കിൽ വളരെ ചെറിയ മൂലധനം മതി, അല്ലേ? അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രായോഗികമാണ്. മാത്രമല്ല, ഈ ചെറുകിട കുടിൽ വ്യവസായ മേഖലയിൽ ഉൽപാദന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണ് ഉപയോഗപ്പെടുത്തുന്നത്. തൊഴിലുന്മുഖ ഉൽപാദന രീതിയാണ്, തൊഴിൽ തീവ്രമായിട്ടുള്ള ഉൽപാദന രീതിയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ അവർ ഉപയോഗിച്ചു വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ബേസിക് ഇൻഡസ്ട്രീസിലൊക്കെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇന്ത്യയെ അലട്ടിയിരുന്ന പ്രധാന പ്രശ്നമായിരുന്ന തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനായിട്ട് പറ്റാതെ പോയത്. അപ്പം നമ്മുടെ രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മയ്ക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ അവലംബിച്ച് പ്രവർത്തിച്ചു വരുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ നമുക്ക് പരിപോഷിപ്പിച്ചെടുക്കണം, വളർത്തിയെടുക്കണം. എങ്കിൽ ഒരുപാട് ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾക്ക്, ഗ്രാമവാസികൾക്ക്, വില്ലേജേഴ്സിന് നമുക്ക് ഉൽപാദനപരമായിട്ടുള്ള തൊഴിൽ നൽകാനായിട്ട് പറ്റും, ഇല്ലേ? അപ്പം ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, ഇതാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. മൂന്നാമതായിട്ട് പറയുകയാണ് ലെസ് പൊല്യൂഷൻ. ഇത്തരത്തിലുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങളിൽ നിന്നും പൊല്യൂഷൻ വളരെ കുറവായിരിക്കും. വൻകിട വ്യവസായങ്ങളെപ്പോലെ ഒരുപാട് പൊല്യൂഷൻ സമൂഹത്തിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ വളരെ കുറച്ച് പൊല്യൂഷൻ മാത്രമേ ഇത്തരത്തിലുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചെറുകിട വ്യവസായങ്ങൾ പുറന്തള്ളുന്നുള്ളൂ. അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങളൊക്കെ തന്നെ പലപ്പോഴും നഗരപ്രദേശങ്ങളിലല്ല, മറിച്ച് ഗ്രാമപ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്ന റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമവികസനത്തിന് ഏറ്റവും അനുയോജ്യം ഇവിടെ എന്ത് തന്നെയാണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തന്നെയാണ്. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്തതാണെന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങളൊക്കെ തന്നെ അവരുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് അവരുടെ പ്രാന്തപ്രദേശങ്ങളിൽ, അവരുടെ ഉൽപ്പാദന മേഖലയിൽ നിന്നും ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതായത് ഡൊമസ്റ്റിക്കലി അവൈലബിൾ ആയിട്ടുള്ള, റീജിയണലി അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും വേസ്റ്റായി പോകുമായിരുന്ന ഈ ഉൽപ്പന്നങ്ങളെ, ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽസിനെയൊക്കെ നമുക്ക് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനായിട്ട് ഈ ചെറുകിട കുടിൽ വ്യവസായങ്ങളെ കൊണ്ട് പറ്റി. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറുകിട കുടിൽ വ്യവസായങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് മുഴുവൻ തന്നെ ഡൊമസ്റ്റിക്കലി അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങളാണ്. പലപ്പോഴും നശിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഇത്തരം വിഭവങ്ങളൊക്കെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തി വരികയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്.
അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ സവിശേഷതയുള്ളതാണ്, പ്രാധാന്യമർഹിക്കുന്നതാണ്. കൂടാതെ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാം. അങ്ങനെ നമുക്ക് വിദേശ കറൻസി നമുക്ക് ലഭ്യമായി വരും, അല്ലേ? ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്, അല്ലേ, ഫോറിൻ കറൻസി ആണല്ലോ. അപ്പോൾ നമ്മളുടെ കയറ്റുമതിയിലും ഒരു ഗണ്യമായ വർധനവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക്, ഏതുൽപ്പന്നങ്ങൾക്ക്? ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പ്രശ്നമായിരുന്ന തൊഴിലില്ലായ്മ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ചെറുകിട കുടിൽ വ്യവസായങ്ങൾ വളർന്ന് വന്നേ മതിയാകുള്ളൂ. അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകണം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഗവൺമെൻറ് അവരുടെ സുരക്ഷിതത്വം മുൻകണ്ട് കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ചില വ്യവസായങ്ങൾ ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അത്തരം വ്യവസായങ്ങളിൽ വൻകിട വ്യവസായികൾക്ക് സാധ്യത ഇല്ലായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ചെറുകിട കുടിൽ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. മാത്രമല്ല, ഗവൺമെൻറ് ഇവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സൈസ് ഡ്യൂട്ടിയിൽ കുറവ് വരുത്തി കൊടുത്തിരുന്നു, ഇൻട്രസ്റ്റ് റേറ്റിൽ, പലിശ നിരക്കിൽ കുറവ് വരുത്തി കൊടുത്തിരുന്നു. ഇങ്ങനെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ ചെറുകിട കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സമീപനങ്ങളും നയങ്ങളും ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ചുരുക്കി പറഞ്ഞാൽ ചെറുകിട കുടിൽ വ്യവസായങ്ങൾ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഫോറിൻ കറൻസി നേടിത്തരുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്ന അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് വിദേശ കറൻസി നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ ഒരുപാട് സംഭാവന ചെയ്യുന്ന മേഖലയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങൾ ഇവിടെ സംരക്ഷിച്ചേ മതിയാവുള്ളൂ, അവയെ പരിപോഷിപ്പിച്ചേ മതിയാവുള്ളൂ. അത്ര കണ്ട് പ്രാധാന്യമുണ്ട് ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക്. ഓക്കെ, ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ശേഷിക്കുന്ന ഈ പാഠത്തിലെ ഭാഗം നമുക്ക് അടുത്ത ഒരു ക്ലാസ്സോട് കൂടിയിട്ട് എടുത്ത് തീർക്കാം. ഇതുവരെ എന്നെ കേട്ടിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തിക്കൊണ്ട് ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് മാറുക. മാത്രമല്ല, നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ വ്യാപ്തി, വിപുലത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്നത് പോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവരെയും കൂടി നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമാക്കി മാറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് വിട. താങ്ക് യു.